വളരെ പ്രധാനപ്പെട്ട, പലരും കൂടുതൽ ആളുകളും ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രസക്തമായ ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. പ്രണയവുമായി ബന്ധപ്പെട്ട, പ്രണയവും ഇസ്ലാമും. പലരും ഇസ്ലാമിൽ പ്രണയം ഉണ്ടോ, ഇല്ലേ, ഇസ്ലാം എന്താണ് ഈ പ്രണയം, പ്രണയം പിന്നെ ഇസ്ലാം അതിനെ അനുവദിക്കുന്നതാണോ, അങ്ങനെ പ്രണയിക്കാൻ പറ്റൂലേ, അങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റുമോ, തുടങ്ങിയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ആവശ്യ സംബന്ധമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ പ്രസക്തമായ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ അങ്ങനത്തെ ഒന്ന് രണ്ട് കുറച്ച് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. പിന്നെ നമ്മുടെ കൊടുസ്താദ് ലൈനിലുണ്ടായിരിക്കും. ഇസ്ലാം, ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാം പ്രണയ വിവാഹത്തിന് അനുമതി നൽകുന്നുണ്ടോ? അതായത് പ്രണയ വിവാഹം, പ്രണയിച്ച് കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? പ്രണയത്തിനോട്, അല്ലെങ്കിൽ ഇസ്ലാം ഒരു പ്രണയത്തിനെ നിഷേധാത്മകമായി കാണുന്ന ഒരു മതമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ചോദ്യം വളരെ ചർച്ച പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇസ്ലാമിന് പ്രണയത്തോട് നിഷേധാത്മക നിലപാടാണോ, അല്ലെങ്കിൽ പ്രണയം എന്നത് ഒരു ശാപം പേറുന്ന ഒരു സംഗതിയായിട്ട് മാത്രമായിട്ടാണോ ഇസ്ലാം കാണുന്നത്, അല്ലെങ്കിൽ അതിൽ വല്ല അനുവദനീയമായ പഴുതുകളോ അനുവദനീയമായ ഒരു ഇടമോ ഉണ്ടോ എന്നുള്ള തരത്തിലാണ് ചോദ്യം. ഒന്നാമതായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, പ്രണയം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ഒരു നൈസർഗികമായിട്ടുള്ള, ഒരു സഹജമായിട്ടുള്ള ഒരു വാസനയാണ്. അതിനെ നിഷേധിക്കാൻ കഴിയില്ല, അതാരും നിഷേധിച്ചിട്ടില്ല. എതിർലിംഗത്തോട് പ്രണയം തോന്നുക എന്നത് സ്വാഭാവികമാണ്, അതതിന്റെ സ്വാഭാവികതയിൽ പെട്ടതുമാണ്. ഈ വിഷയം വിശുദ്ധ ഖുർആൻ തന്നെ അടിവരയിട്ടത് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഖുലിഖൽ ഇൻസാനു ളഈഫ, ഖുലിഖൽ ഇൻസാനു ളഈഫൻ, മനുഷ്യനെ അതിദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാനിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനം മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കൊടുത്തപ്പോൾ പറഞ്ഞത്, അന്നഹു ലാ യസ്ബിറു അനിൻ നിസാ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഫീമെയിൽ സപ്പോർട്ട് ഇല്ലാതെ അവന് സഹിക്കുകയില്ല, അവന് പ്രയാസകരമാണ്. ഒരു എതിർലിംഗത്തിന്റെ, ഒരു സ്ത്രീയുടെ സപ്പോർട്ട് മനുഷ്യൻ ആഗ്രഹിക്കും, മനുഷ്യൻ ആവശ്യമാണ്, അതില്ലാതെ അവന് സഹിക്കുക പ്രയാസകരമാണ്. ഇതാണ് ഖുലിഖൽ ഇൻസാനു ളഈഫൻ എന്നതിന്റെ അർത്ഥങ്ങളിൽ ഒന്ന് എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ 2ാം വാല്യം 41 അത് പറയുന്നുണ്ട്. അപ്പോ ഇസ്ലാമിന് നിഷേധാത്മകമായ നിലപാടല്ല പ്രണയം എന്നുള്ളത്. അതിന് അതിൻ്റെതായ ചില മാനങ്ങളുണ്ട്, അതിൻ്റെതായ രൂപത്തിൽ അതിന് ഒഴുക്കിവിടേണ്ടതുമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമില് അങ്ങനെ ഒരു വകുപ്പുണ്ടോ എന്നാണ് ചോദ്യം. അതിൽ പല രൂപത്തിലും നടക്കുന്നുണ്ട്. ഇന്നത്തെ പ്രണയങ്ങൾ എന്ന് പറയുമ്പോൾ ആ പ്രണയം അതിന് പരിധിയുള്ളതും പരിധിയില്ലാത്തതും നിയമത്തിന് ഒതുങ്ങിയതും അല്ലാത്തതൊക്കെ ഉണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഇസ്ലാം അനുവദിച്ച ഒരു റൂട്ടിലുള്ള ഒരു ചർച്ചയാണ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എതിർലിംഗത്തോട് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇഷ്ടം സംഭവിക്കാം. അപ്പോ ഒരു സ്ത്രീ ഒരു പുരുഷനെ, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഒറ്റനോട്ടത്തിൽ യാദൃശികമായിട്ടൊന്ന് കണ്ടുപോയി, യാദൃശികമായിട്ടുള്ള ഒരു കാഴ്ച, അതിനാണ് അന്നളറത്തുൽ ലൂല എന്നാണ് നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയാം. ഒന്നാമത്തെ ഒരു പ്രാഥമികമായ നോട്ടം, അത് യാദൃശികമായിട്ടോ ബോധപൂർവമായിട്ടോ നോക്കിയ നോട്ടമൊന്നുമല്ല, പക്ഷെ അപ്പോഴേക്ക് തന്നെ അയാൾക്ക് ഒരു ഇഷ്ടം ഉള്ളിലേക്ക് വരിക, ഒരു അഭിനിവേശം ആ ആളിലേക്ക് മനസ്സിലേക്ക് വരിക. അങ്ങനെ വരുന്നത്, അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നുണ്ട്, അത് പ്രാഥമികമായിട്ടുള്ള ഒരു ആദ്യത്തെ ആ ഒരു നോട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു നോട്ടവും ആ ഒരു ഇഷ്ടപ്പെടലും, അതിനെ സംബന്ധിച്ച് നമ്മൾ അതൊരു കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? കാരണം അതോ അത്തരം ഒരു കുറ്റം ചെയ്യണമെന്ന ചിന്തയിലോ മറ്റോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്ത, പ്രാഥമികമായിട്ടുള്ള ഒരു ഇഷ്ടം, ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു നോട്ടത്തിൽ സംഭവിച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവിടെ അടുത്ത ചർച്ചകൾ. അപ്പൊ അങ്ങനെ ഒരു ക്രഷ് തോന്നുകയാണെങ്കിൽ അവര് എങ്ങനെ മുന്നോട്ട് പോകണം, അവർക്കത് എങ്ങനെ സാധൂകരിച്ചെടുക്കാൻ പറ്റും എന്നൊരു ചർച്ചയാണ്. അപ്പോ അങ്ങനത്തെ ഒരു തോന്നലുകൾ ഒരു നോട്ടത്തിലോ മറ്റോ സംഭവിച്ചാൽ അത് പിന്നെ തുടർന്നു പോകുന്ന ഘട്ടത്തിൽ അവർക്ക് സ്വീകരിക്കാവുന്ന മാർഗം, ഇതിപ്പോ ഒന്നാമത്തെ ഒരു പ്രാഥമികമായ ഒരു നോട്ടമാണ്, ഒരു കാഴ്ചയാണ്, അത് സംബന്ധിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ച് യാതൊരു ഡീറ്റെയിൽസും മുന്നിലില്ല. അങ്ങനത്തെ ഒന്നിലേക്ക് എടുത്തു ചാടുന്നത് ആത്മഹത്യാപരമാണ് എന്നാർക്കാ അറിയാത്തത്. അപ്പൊ അതിനെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹം മുട്ടിട്ടാൽ ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ പഠിക്കാം, അന്വേഷിക്കാം.
അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്ക് കുടുംബത്തെ കൂട്ടുപിടിക്കാം. ആ അന്വേഷണങ്ങളിൽ ഇവന് കുഫ്വത്തതാണെന്ന് ബോധ്യപ്പെട്ടാൽ, ഈ കുഫു എന്ന് പറയുമ്പേ രണ്ടുപേരും തമ്മിൽ അവര് കുടുംബപരമായിട്ട് അവര് ഒരേ രൂപത്തിൽ ചിന്തിക്കാവുന്ന, ഒരേ രൂപത്തിൽ അവർക്ക് ജീവിക്കാവുന്ന സാഹചര്യങ്ങൾ രണ്ട് കുടുംബത്തിലുണ്ടോ എന്ന് പരിശോധിക്കാനാണത്. കാരണം ഇസ്ലാം കുഫു ഇപ്പോ വിവാഹത്തിൽ കൂടുതലും വിവാഹമോചനത്തിൽ കലാശിക്കുന്നു എന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്ത മനോരമയുടെ റിപ്പോർട്ട് എന്റെ മുന്നിലുണ്ട്. ജൂൺ 27 വ്യാഴം അന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ കാണാം നമുക്ക് ദാമ്പത്യ തകർച്ചകൾ പതിവാകുന്നു. വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടാണ്. ദാമ്പത്യ തകർച്ചകൾ പതിവാകുന്നു. എന്നിട്ട് പറയുന്നു, ദാമ്പത്യം തകരുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ജില്ലയിൽ കൂടി വരുന്നതായി വനിതാ കമ്മീഷൻ. കലക്ടറുടെ നേതൃത്വത്തിൽ പ്രാദേശിക പരാതി പരിഹാര സംവിധാനം ഉണ്ടെങ്കിലും അവ കാര്യക്ഷമമാകുന്നില്ല എന്ന പരാതിയാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, സിറ്റിംഗിൽ 12 പരാതികൾ തീർപ്പാക്കി, 5 റിപ്പോർട്ട് തേടി, 65 അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. അപ്പൊ അത്രയും റിപ്പോർട്ട് കേസുകളുടെ ഒരു ആധിക്യം ജില്ലാ തലത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് തലത്തിലും ദേശീയ തലത്തിലും അതിന്റെ എണ്ണം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു പ്രണയം ആരംഭിച്ച് ഇടക്കാലത്ത് അകാരണമായിട്ട് ബ്രേക്കായി പോവുക, അല്ലെങ്കിൽ അത് പാതുവയിൽ ഇട്ടേച്ചു പോവുക, ഇങ്ങനെ പോകുന്ന പ്രണയം ആരും അംഗീകരിക്കുകയില്ല. അപ്രണയം കൊണ്ട് അവരുടെ ജീവിതം തുലഞ്ഞു പോകുക എന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അപ്പൊ ഈ പ്രണയം അത് ശാശ്വതമാകണം, പ്രണയം ലക്ഷ്യം കണ്ടതാവണം, പ്രണയം അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തണം. അതിനാണ് ഇസ്ലാം കുഫു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ രണ്ടാളും അവരുടെ വൈബത്തതാണോ, വൈബൊക്കാത്തതിന്റെ പേരിൽ പ്രണയം ഇടക്കാലത്ത് ബ്രേക്കായ ഒരുപാട് റിപ്പോർട്ടുകളാണ്. അപ്പോ ആ രണ്ട് കുടുംബങ്ങൾ അവർ പരസ്പരം മുന്നോട്ട് ജീവിച്ചു പോകാൻ അവർക്ക് പറ്റിയ അന്തരീക്ഷമുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് ആ ആളെ കുറിച്ച് അന്വേഷിക്കേണ്ടത്. ഈ പരിശോധന നടത്തുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് അവര് കൃത്യമായിട്ട് കുടുംബപരമായി കുടുംബത്തോടൊന്നിച്ച് ഒരു നാട്ടിൽ ഒരു സ്ഥലത്ത് വീട് വെട്ടി താമസിച്ച് അങ്ങനെയുള്ള ഒരു കൾച്ചർ ഉള്ളവരാ. അതേസമയത്ത് വേറൊരാള് നാടോടി കുടുംബം, അവരൊരു കൃത്യമായ വീട് സ്ഥാപിച്ച് അവിടെ താമസിക്കുക, അങ്ങനത്തെ കൾച്ചറൊന്നുമില്ല. അവരിങ്ങനെ സഞ്ചരിക്കും, പോകുന്ന വഴിയിലൊക്കെ അവർ ടെന്റുകൾ കെട്ടി താമസിക്കും. ഇത് രണ്ടും രണ്ട് സംസ്കാരമാണ്. ഇത് രണ്ടും ഒരുപക്ഷെ ഒന്നിച്ചു വന്നാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കും. അപ്പൊ ഇത്തരം അവർക്ക് യോജിച്ചു പോകാവുന്ന അന്തരീക്ഷമുണ്ടോ എന്നതാണ് അവിടെ കുഫു കൊണ്ട് പരിഗണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് ആദ്യമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ക്രഷ് തോന്നുകയും അവർക്ക് ആ ആകർഷണം തോന്നുകയും ചെയ്യുമ്പോൾ അതിൽ ഒരു ആസ്വാദനം ഉണ്ടാകും. പക്ഷെ ഈ ആസ്വാദനം എന്നും നിലനിൽക്കണമെന്നില്ല. ലിക്കുല്ലി ജദീദിൻ ലദീദുൻ, ആ ആരംഭത്വത്തിലെ ഒരു ഇഷ്ടമാണത്. അത് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമ്മൾ വിചാരിച്ചതല്ലാത്ത അനിഷ്ടങ്ങൾ സംഭവിക്കാം. അതിനാൽ സ്വാഭാവികമായിട്ടും അന്വേഷണങ്ങൾ നടത്തണം. അത് കുടുംബത്തിന്റെയും മറ്റു നേതൃത്വത്തിൽ നടത്തിയാൽ, അങ്ങനെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കുഫുവത്തവനാണെന്ന് ബോധ്യപ്പെട്ടാൽ അവൾക്ക് സ്വീകരിക്കാവുന്ന 2 മാർഗമുണ്ട്. ഒന്ന്, അവരുടെ കുടുംബത്തിലെ ഒരാളോട് ചെന്ന് ഇങ്ങനെ ഒരാളോട് എനിക്ക് ഇഷ്ടമുണ്ട്, അയാളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടാൽ എന്ത് എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ വിവാഹമായാൽ എന്ത് എന്ന് കുടുംബത്തോട് ചെന്ന് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറയാം. അല്ലെങ്കിൽ എന്റെ സ്ത്രീ തന്നെ നീ എന്നെ കെട്ടാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. എന്ന് വെച്ചാൽ അയാളിൽ നിന്ന് അനുകൂല മറുപടി പ്രതീക്ഷിക്കുക, അതുപോലെ തന്നെ ഇവളും നിക്കാഹിന് ഉദ്ദേശിച്ചവളാകുക, രണ്ടുപേരും നിക്കാഹിന് ഉദ്ദേശിച്ചവളാകുക. അങ്ങനെയുള്ള ആ നിബന്ധനകൾ ഒത്താൽ അവൾ തന്നെ ചോദിച്ചാലും അതൊരു തെറ്റല്ല, ഇനി കുടുംബത്തിൽ ഒരാളെ കൊണ്ട് ചോദിപ്പിച്ചാലും അതൊരു തെറ്റല്ല. അങ്ങനെ ആ കുഫ്വത്ത് ഒരു പെണ്ണ് എന്നെ വിവാഹം ചെയ്തു കൊടുത്തരണം എന്ന് രക്ഷിതാവിനോട് ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യത്തെ രക്ഷിതാവ് നിരസിക്കേണ്ട കാര്യമില്ല. കാരണം അവളോട് കുഫ്വത്ത് ഒരാളെയാണ് അവൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ പലപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പ്രണയത്തിലും പ്രണയ നൈരാശ്യവും പ്രണയവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയൊക്കെ സംഭവിക്കുന്നത് ചില രക്ഷിതാക്കൾ അനാവശ്യ വാശികളിലേക്ക് പോകും. അതെന്താ, ഞാനാണല്ലോ ഇതൊക്കെ കണ്ടെത്തേണ്ടത്, ഇത് അവള് മുഖേന വന്നത് ശരിയായിട്ടില്ല, അതുകൊണ്ട് കൊണ്ടുവന്ന വരൻ അവളോട് യോജിച്ചതും കുഫ്വത്തതാണെങ്കിലും ഞാൻ വേറെ കൊണ്ടുവരും, ഞാൻ പറഞ്ഞതാണ് ഇവിടെ തീരുമാനം എന്ന വാശിയിലേക്കൊന്നും ഒരു രക്ഷിതാവ് നീങ്ങേണ്ട കാര്യമില്ല. മറിച്ച് അവള് മതപരമായിട്ടും കുഫുപരമായിട്ടും ഒത്ത ഒരാളെ കൊണ്ടുവന്നാൽ ആ ആളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. കാരണം വിവാഹത്തിൽ എന്തായാലും അവളെ സമ്മതം ചോദിക്കൽ സുന്നത്താണ്. ഈ ഘട്ടത്തിൽ, എല്ലാ ഘട്ടത്തിലും അത് സുന്നത്താണ്. ഇനി നിർബന്ധമായ ഘട്ടങ്ങളും ഉണ്ട്. അപ്പോ ആ സുന്നത്ത് കൂടി കിട്ടുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ അവൾ കൊണ്ടുവന്ന ആ കുഫ്വത്ത ആളെ തന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കാം. ഇനി അവിടെ രക്ഷിതാവ് അത് സന്നദ്ധനാകുന്നില്ലെങ്കിൽ ബദൽ അതുപോലെ കുഫുവത്ത മറ്റൊരാളെ ഉടൻ തന്നെ രക്ഷിതാവ് ഹാജരാക്കേണ്ടതുണ്ട്. കാരണം അവള് വിവാഹത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
ആവശ്യപ്പെട്ട സമയത്ത് അവളെ വിവാഹത്തിന് രക്ഷിതാവ് സമ്മതിക്കുന്നില്ല. മറ്റൊരു ഭർത്താവിനെ ആവട്ടെ ഇയാൾ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കൊണ്ടുവരാം, കണ്ടെത്താം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് കണ്ടെത്താം, ഞാനത് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിയിടാൻ പറ്റിയൊരു സംഗതിയല്ല. കാരണം സ്ത്രീ ഇവിടെ ആവശ്യപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ സ്ത്രീ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവൾക്ക് പറ്റിയ ഒരാൾ അവൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുഫൊത്തിട്ടുണ്ട്, അത് രക്ഷിതാവിനോട് പറഞ്ഞ് രക്ഷിതാവ് ചെയ്തു കൊടുക്കുക. അഥവാ അത്തരത്തിലുള്ള യോഗ്യതകൾ ഒത്തിട്ട് രക്ഷിതാവ് അനാവശ്യ വാശി പിടിക്കുകയാണ്, അതിന് പറ്റിയ പകരം ഒരാളെ രക്ഷിതാവ് മുന്നിലില്ല, ഇങ്ങനെയുള്ള ഒരു ഘട്ടം വന്നാലോ അവിടെ കാളിയിലേക്ക് ചെന്ന് ഈ പിതാവ് എന്റെ ആവശ്യത്തെ നിരസിച്ചിട്ടുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തുകയും കാളി മുഖാന്തരം ആ വിവാഹം നടത്താനും സ്ത്രീക്ക് അവകാശമുണ്ട്. ഈ ഒരു വിവാഹത്തെ കുറിച്ച് നമുക്ക് പ്രണയ വിവാഹം എന്ന് പറയാം. ഇനി രക്ഷിതാക്കളെ ഇതിലേക്ക് കണക്ട് ചെയ്യിപ്പിച്ചു എന്നതുകൊണ്ട് അറേഞ്ച്ഡ് വിവാഹം എന്ന് പറഞ്ഞതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യമായിട്ടുള്ള ഒരു കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ പിന്നീട് അങ്ങോട്ട് അവർ തമ്മിലുള്ള സംസാരവും അവർ തമ്മിലുള്ള യാത്രകളും അവർ തമ്മിലുള്ള കൂടിച്ചേരലുകളും അതെല്ലാം അങ്ങ് ഓപ്പണാക്കി ഇതൊരു ഇഷ്യൂ ആക്കി ഇതൊരു ആഘോഷമാക്കി മാറ്റി അനിസ്ലാമികതകൾ കൊണ്ടുവരുന്നിടത്താണ് ഇതിന്റെ പ്രശ്നമുള്ളത്. അതില്ലായിരുന്നുവെങ്കിൽ ഈ മെത്തേഡ് സ്വീകരിച്ച് അവൾക്ക് കണ്ടിഷ്ടപ്പെട്ട ഒരാളെ തന്നെ അവൾക്ക് വരനാക്കാനുള്ള വഴി ഇസ്ലാമികമായിട്ടുണ്ട്. അതിലേക്കാണ് അവൾ നീങ്ങേണ്ടത്. അപ്പൊ ഈ ഒരു രൂപത്തിൽ ചിന്തിച്ചാൽ അവൾക്ക് അതിന് മാർഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സ്വാഭാവികമായിട്ട് ഉസ്താദ് കുറെ വിശദീകരിച്ചു നമ്മുടെ പ്രണയം ബന്ധപ്പെട്ട്. ജസാക്കുല്ലാഹ് ഖൈർ. ഏതായാലും പ്രണയത്തിന്റെ വ്യത്യസ്ത മേഖലകള്, അത് കല്യാണത്തിലേക്ക് എത്തിപ്പെടുന്നത്, എത്തിപ്പെടുന്നതിന്റെ വ്യത്യസ്ത രൂപങ്ങള് ഒക്കെ ഉസ്താദ് വിശദീകരിച്ചു. അൽഹംദുലില്ലാഹ്. അപ്പൊ അതിൽ തുടർന്ന് ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യം, നമ്മൾ ഇന്ന് നടക്കുന്ന ഇപ്പൊ റിയാലിറ്റി പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ നാടുകളിൽ കാണുന്ന ഒരു പ്രണയം, ആ പ്രണയങ്ങള് ഇസ്ലാമികപരമായിട്ട് അതിന് അനുവദനീയമാണെന്ന് പറയാൻ പറ്റുമോ? അതിന് വല്ല ഓപ്ഷൻസും ഇസ്ലാമിൽ ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അവിടെ ഒരാൾ ഒരു വരനെ സ്വീകരിക്കുന്നതിന് ഇന്ന് പല മെത്തേഡുകളുമാണ്. അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്, ലവ് മാരേജ് ഉണ്ട്, ഒളിച്ചോട്ടമുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അതില് അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോ അതിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ധാരണയും രണ്ട് കുടുംബങ്ങൾ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുക എന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണത്. അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട വിവാഹത്തിന്റെ ഏറ്റവും വലിയ പോയിന്റ് ഇസ്ലാം പറയുന്നത് അത് ഉത്തരവാദിത്തം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആർക്കും വന്ന് ആരെയും പ്രണയിച്ച് സൗകര്യം പോലെ ചൂഷണം ചെയ്ത് ഇട്ടേച്ചു പോകുക, ഇതാണ് പലരുടെയും ഒരു പുതിയ പ്രതിഭാസം. ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല. ചൂഷണത്തെ അനുവദിക്കാതിരിക്കുക, ചൂഷണത്തിന്റെ പഴുതുകൾ അടയ്ക്കുക, ഇതാണ് ഇസ്ലാം ഇതിലൊക്കെ കർശന നിലപാട് സ്വീകരിച്ചതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിൽ ചൂഷണാത്മകമല്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം. അപ്പൊ ഈ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ അതിന്റെ പോസിറ്റീവായ ഗുണങ്ങൾ എന്ന് പറയുന്നത് അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ധാരണയാണ്. കുടുംബത്തിൽ തന്നെ ഇത്തരം വിവാഹമായിട്ടുള്ള നിശ്ചയത്തിലും കാര്യങ്ങളിലൊക്കെ ആരാ സംബന്ധിക്കുക? ആ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ആ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ആ നാടിന്റെ കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാവുക. അങ്ങനെ രണ്ട് കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അങ്ങനെ വിവാഹത്തിലേക്ക് എത്തുമ്പോ ഇനി അഥവാ ബൈ ചാൻസ് അത് ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ഈ പെണ്ണിന്റെ വിഷയത്തിൽ ചോദിക്കാനും പറയാനോ ആളുണ്ടാവും. അവിടെ സാമ്പത്തികമായ വല്ല വിഷയവും പുരുഷന്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങാൻ ആളുണ്ട്. അവള് പല വിഷയത്തിലും ചൂഷണം ചെയ്യപ്പെട്ടിട്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ ആളുണ്ട്. അതേ സമയത്ത് ആരുമില്ലാത്ത രൂപത്തിൽ എത്തിപ്പെടുന്ന ഒരു വിവാഹത്തിൽ, ഒരു പ്രണയത്തിൽ കുടുംബത്തുമോ ഉത്തരവാദിത്തപ്പെട്ടവരോ ആരുമില്ലെങ്കിൽ ആരാ ചോദിക്കാനുള്ളത്? എവിടുന്നാണ് ഇത് വസൂലാക്കാനുള്ളത്? അപ്പൊ അറേഞ്ച്ഡ് മാരേജിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അതെ, അത് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ രൂപത്തിൽ അവർക്ക് സുരക്ഷിതത്വ ബോധം അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അറേഞ്ച്ഡ് മാരേജിന്റെ ഏറ്റവും നല്ല ഒരു ഗുണം എന്ന് പറയുന്നത്. മാത്രമല്ല പിന്നെ ഇത് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറയുമ്പോൾ അവിടെ പ്രണയത്തിന് പ്രസക്തി ഇല്ല എന്നൊന്നും മനസ്സിലാക്കരുത്. ഇസ്ലാം പ്രണയത്തിന് വളരെ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രത്യേകം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു വിവാഹത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആദ്യം ആ പെണ്ണിനെ കാണണം. ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ഈ സ്ത്രീ വിവാഹം ഉദ്ദേശിച്ചവളാവണം, പുരുഷൻ നിക്കാഹ് ഉദ്ദേശിച്ചവളാവണം, അതുപോലെ തന്നെ അനുകൂലമായ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷ വേണം. ഇപ്പോൾ അവൾ വേറെ ഒരാളുടെ ഭാര്യയോ ആയിട്ടോ ഇദ്ദേഹോ ഒന്നും ആവാൻ പാടില്ല. ഇങ്ങനത്തെ നിബന്ധനകൾ ഒത്താൽ ആ വിവാഹത്തിൽ ആദ്യം സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും രണ്ടുപേരെയും കാണൽ സുന്നത്താണ്. നേരിട്ട് തന്നെ കാണൽ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച ഹദീസിലുണ്ട്, അങ്ങനെ കണ്ടിട്ടില്ലാത്ത തുടക്കത്തിൽ പരസ്പരം കാണാതെയുള്ള ഏതൊരു വിവാഹവും അത് ദുഃഖത്തിൽ ചെന്ന് കലാക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഹ്യലൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നേരിൽ കാണാതെ ചില ആളുകൾ പുതിയ പ്രണയത്തിലൊക്കെ സംഭവിക്കുന്നതാ, അവർ ഓൺലൈനിൽ മാത്രമേ പരിചയമുള്ളൂ, നേരിൽ ഒരിക്കലും അവർ കണ്ടിട്ട് തന്നെ ഇല്ല.
നേരിൽ ഒരിക്കലും കാണാതെയൊക്കെയുള്ള വിവാഹങ്ങളാ. നേരിൽ കാണാതെയുള്ള ഏത് വിവാഹങ്ങളും അത് ദുഃഖത്തിൽ കലാശിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്. അത് അനുഭവിക്കുന്ന സമൂഹത്തിൽ അനുഭവപ്പെടുന്ന ഒരു ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ജാബിർ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അവര് വിവാഹിതനാവാൻ ഉദ്ദേശിച്ചപ്പോ ആ വിവാഹത്തിന്റെ വിഷയം നബിതങ്ങളോട് പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? അവ പറഞ്ഞു, കണ്ടിട്ടില്ല. എന്നാൽ കാണണം. എന്താ കാര്യം? നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാകും. അതൊന്ന് നബിതങ്ങളുടെ കൽപ്പനയുണ്ട്, മറ്റൊന്ന് നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഇത് കാരണമാകും. അപ്പോ കാണുക വഴി അവർ തമ്മിൽ സ്നേഹം വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ അതിന് സ്നേഹത്തിന് പ്രാധാന്യം ഇല്ലാന്ന് കരുതരുത്. നബിതങ്ങൾ പറഞ്ഞു, കാണുന്ന പെണ്ണിന്റെ ക്വാളിറ്റി എന്താ? ഇതാ നെളർത്ത തസറുക്ക, നീ നോക്കിയാൽ നിന്റെ കണ്ണിന് അവൾ ആനന്ദം പകരും. അതാണ് അതിന്റെ ക്വാളിറ്റി. നീ നോക്കിയാൽ നിന്റെ സുഹൃത്തിന്റെ കണ്ണിന് ആനന്ദം പകരും എന്നല്ല, നീ നോക്കിയാൽ നിന്റെ കണ്ണിന് അവൾ ആനന്ദം പകരും. അതുപോലെ തസറുക്ക, അവൾ നിനക്ക് ആനന്ദം പകരും. അവർ നാട്ടിലുള്ള എല്ലാ ആണുങ്ങൾക്കും ഇങ്ങനെ ആനന്ദം പകരുന്നവരാകുക എന്നല്ല, അവൾ നിനക്ക് ആനന്ദം പകരും. അതാണ് അവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല, വിവാഹത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, തസവ്വജുൽ വദൂദ്, കൂടുതൽ സ്നേഹിക്കുന്ന, കൂടുതൽ സ്നേഹ സ്വരൂപിണിയായിട്ടുള്ള സ്ത്രീകളെ, അതോ പ്രണയിക്കാൻ കഴിയുന്ന പെണ്ണിനെ കെട്ടുക. അവ പ്രണയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രണയിക്കാൻ പറ്റുന്ന പെണ്ണിനെ കെട്ടുക. അതുകൊണ്ടാണ് ആദ്യമായിട്ട് കെട്ടുന്ന, അതായത് അവിവാഹിതയായിട്ടുള്ള കന്യകയായിട്ടുള്ള പെണ്ണിനെ കെട്ടുന്നത് ചില പ്രാധാന്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം പറഞ്ഞു വെച്ചാൽ അവൾക്കാണ് കൂടുതൽ റൊമാൻറ്റിക് ആവാൻ കഴിയുക. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് എന്ന് പറഞ്ഞു, ഞാനൊരു വിവാഹിതയായിട്ടുണ്ട്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ആരെയാണ് നീ കല്യാണം കഴിച്ചത്? അപ്പോ പറഞ്ഞു, കുറച്ച് കുട്ടികളൊക്കെ ഉള്ള ഒരു മുമ്പ് ഭർത്തൃമതിയായിരുന്ന ഒരു പെണ്ണിനെ കെട്ടിയത്. നബിതങ്ങൾ ചോദിച്ചു, ഹല്ലാ ബിക്റൻ തുലായിബുഹാ വ തുലായിബുക, നിനക്കൊരു കന്യകയെ അയക്കാമായിരുന്നില്ലേ? നിന്നോട് കൂടുതൽ റൊമാൻറ്റിക് ആയിട്ട് പെരുമാറാൻ അവളല്ലേ നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോ ആ പ്രണയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോ അറേഞ്ച്ഡ് ആയിട്ട് അവര് വിവാഹിതരായിട്ട് അതിൽ കൂടുതൽ പ്രണയം കണ്ടെത്തുക എന്നതാണ് അത് ഏറ്റവും നല്ല മാർഗം. ഇന്ന് നടക്കുന്ന പ്രണയങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ അനുവദിച്ച മതകീയമായിട്ട് അനുമതി കാണാവുന്ന രൂപത്തിലുള്ള പ്രണയമല്ല. പിന്നെയോ അവിടെ നടക്കുന്നത്, ഇന്ന് നടക്കുന്ന പ്രണയത്തിൽ പ്രധാനമായിട്ട് 3, 4 അല്ലെങ്കിൽ 4, 5 പ്രശ്നങ്ങൾ ഇന്നത്തെ നടപ്പ് രീതിയിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രണയങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അതിൽ ഒന്നാമത്തത്, അവർ മാതാപിതാക്കളെ ധിക്കരിച്ചു ചെയ്യുന്നു എന്നുള്ളതാണ്. മാതാപിതാക്കളെ ധിക്കരിച്ചു ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പെണ്ണിനെ 25 വയസ്സ് വരെയുള്ള ഒരു പെണ്ണിനെയും ആണിനെയും 20 വയസ്സുള്ള ഒരു പെണ്ണിനെയും അത്രയും കാലം പോറ്റി വളർത്തിയ ഒരു ഉമ്മയും ഉപ്പയും അവിടെ ഉണ്ടായിരിക്കെ അവരെ മുഴുവനും വഞ്ചിച്ച് ഇന്നലെയോ മെനിയാന്നോ കണ്ട ചിരിയിൽപ്പെട്ട് അകപ്പെട്ട് പ്രണയിച്ചു തുടങ്ങിയ ഈ 2 മിഥുനങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആരെയും വഞ്ചിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഈ കെട്ടിയ പെണ്ണിനെ നാളെ അവളെ അവശയാക്കിയിട്ട് പോകുന്നതിന് അവനൊരു തടസ്സമില്ല. കാരണം അവനെ പോറ്റി വളർത്തിയ ഉപ്പയും ഉമ്മയും വഞ്ചിച്ചു വന്ന അവനുണ്ടോ ഇതുപോലെ വഞ്ചിക്കാൻ ഒരു പ്രശ്നം? ഇതുപോലെ തന്നെയാണ് അവളും. അപ്പോ ആ 2 പേർക്കും ഒരിക്കലും വിശ്വാസത ഉണ്ടാവില്ല. കാരണം 2 പേരും വഞ്ചിച്ച് വന്നവരാണ്. അപ്പൊ ഇനി എന്നെയും വഞ്ചിക്കാം, അവരെയും വഞ്ചിക്കാം. സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു ചിന്ത അവിടെയുണ്ട്. അപ്പോ വഞ്ചിക്കപ്പെടുമോ എന്നൊരു തോന്നൽ, സംശയരോഗം അവർക്ക് 2 പേർക്കും. അല്ലെങ്കിൽ എന്നെ പ്രണയിച്ചല്ലോ, ഇതുപോലെ മറ്റുള്ളവരെയും പ്രണയിക്കുന്നുണ്ടാകാം. ഇങ്ങനെ പരസ്പരം വിശ്വാസമില്ലായ്മയും സംശയരോഗവും എന്ന് പറയുന്നത് ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. അതുകൊണ്ടാണ് പ്രണയ വിവാഹങ്ങൾ പലതും പാതിവഴിയിൽ തകർന്നു പോകുന്ന ഒരു കാര്യം. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ, അവരുടെ പൊരുത്തമില്ലാതെയാണ് പലതും ചെയ്യുന്നത്. മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അതെത്തും. അവൾ അവരുടെ താല്പര്യം രക്ഷിതാക്കളോട് പറഞ്ഞ് അവർ മുഖേന അന്വേഷണങ്ങൾ മുന്നോട്ട് പോയി അവരുടെ ആ ഇഷ്ടത്തെ അവർ മുഖേന സാധൂകരിക്കുന്ന രൂപമാണെങ്കിൽ അത് പ്രശ്നമല്ലല്ലോ. രക്ഷിതാക്കളെ പുറന്തള്ളുമ്പോ അതുകൊണ്ട് അവിടെ അവരെ വഞ്ചിക്കുന്നു എന്ന ഒരു വലിയ പ്രശ്നം അവിടെയുണ്ട്. പരസ്പരം വിശ്വാസമില്ലാതിരിക്കും എന്ന 2ാമത്തെ പ്രശ്നം അവിടെയുണ്ട്. മാത്രമല്ല, ആദ്യത്തെ കാഴ്ചയിൽ കണ്ട ആ ഒരു ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതൽ 2 പേരും വ്യക്തിപരമായി അറിഞ്ഞിട്ടില്ല. വ്യക്തിപരമായി അടുക്കാനും അറിയാനും തുടങ്ങുമ്പോൾ നേരത്തെ കാണാത്ത പലതും നേരത്തെ അറിയാത്ത പലതും പുറത്തേക്ക് വരും. അപ്പോ ആ വിവാഹബന്ധം അല്ലെങ്കിൽ ആ പ്രണയബന്ധം അവിടെ ബ്രേക്ക് ആവും. പിന്നെ അവർ തുടങ്ങിയത് ഹറാമിൽ തുടങ്ങിയതാണ്. നമ്മൾ ഇസ്ലാമികമായ ഫിഖ് കോൺഫറൻസ് ആണ്, ഫിഖ് ഡിസ്കഷൻ ആണ്. കർമ്മശാസ്ത്രം അംഗീകരിക്കുന്ന, മതം പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ മുസ്ലിമായ ആളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഹറാമിലാണ് അവരിത് തുടങ്ങിയിട്ടുള്ളത്. ഹറാമിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഹറാമിൽ ബറക്കത്തുണ്ടാവുകയില്ല എന്ന കാര്യം നമ്മെ സംബന്ധിച്ചോളം വ്യക്തമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധത്തിൽ അവർക്ക് ഭാവി ഉണ്ടാവുകയില്ല. അപ്പോ പ്രണയബന്ധങ്ങൾ എന്ന് ആടിയുലയുന്നത്, ഇന്ന് നടക്കുന്ന നടപ്പ് രീതിയിലുള്ള പ്രണയബന്ധങ്ങൾ മാതാപിതാക്കളെ വഞ്ചിക്കുന്നു, പരസ്പരം അവർക്ക് സംശയരോഗങ്ങൾ ഉണ്ടാകുന്നു,
അതുപോലെ തന്നെ നേരത്തെ കാണാത്ത പലതും പുറത്തു വരുന്നു, ഹറാമിലൂടെ സംഭവിക്കുന്നു, ഇത്തരത്തിലുള്ള ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം നിക്കാഹിന് മുമ്പ് തന്നെ അവർ തമ്മിൽ നർമ്മസല്ലാപകളും യാത്രകളും ഇതെല്ലാം മതപരമായിട്ട് വിലക്കുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ രണ്ടുപേര് ഒപ്പം പഠിക്കുന്നവരാണ്, എന്റെ ക്ലാസ്മേറ്റ് ആണ്, അങ്ങനെ വിവാഹിതരാവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് സ്വീകരിക്കുകയും അവർക്ക് നിക്കാഹിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ നിക്കാഹ് ചെയ്ത് അവർക്ക് പഠനം തുടരാം. ഇനി കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം എന്ന ചടങ്ങ് അത് വേണമെങ്കിൽ അവരുടെ പഠനം കഴിഞ്ഞിട്ടാവാം. ഉദാഹരണം, അവർ രണ്ടുപേരും PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളാണെന്ന് വെക്കുക. അങ്ങനെ ഇഷ്ടം തോന്നിയതാണെന്ന് വെക്കാം. ആദ്യഘട്ടത്തിലുള്ള തോന്നിയ ആ ക്രഷ്, ആ ഒരു അഭിനിവേശം, അത് കുടുംബത്തിനോട് പറഞ്ഞ് അവരെ നിക്കാഹിലേക്ക് എത്തുക. അവര് കേവലം എൻഗേജ് ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞ് പിന്നീട് അവരെല്ലാ കാര്യവും ഓപ്പൺ ആക്കുന്ന ഒരു രൂപമാണ് ഇന്നത്തെ പ്രണയത്തിൽ കാണുന്നത്. അതല്ല, അവർക്ക് നിക്കാഹിലേക്ക് പ്രവേശിക്കാം. നിക്കാഹ് അത്ര സങ്കീർണതകളൊന്നുമില്ല. ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ, സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ചെയ്യട്ടെ. എന്നിട്ട് അവർ പഠനം തുടരട്ടെ. ഒരുപക്ഷെ അവരുടെ പഠനത്തിന് നല്ലൊരു സപ്പോർട്ട് ആവുന്ന ഒരു ഭർത്താവിനെ കൂടിയാണ്, അതിന്റെ വൈബുള്ള ഒരു ഭർത്താവിനെ കൂടിയാണ് കിട്ടിയതെങ്കിൽ കുട്ടികളുടെ പഠനം പാതി വഴിയിൽ മുറിയല്ല, പഠനം അവിടെ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിനെ പലരും ആക്ഷേപിക്കുന്ന ഒരു വിഷയം എവിടെയാണ് വിവാഹം കഴിച്ചിട്ട് പഠനം മുടങ്ങിപ്പോകുന്നുണ്ട് എന്നതാണ്. അല്ല, അവരുടെ പഠനം സാധൂകരിക്കാൻ, സാധ്യമല്ലാത്തത് കൂടി പഠിച്ചെടുക്കാൻ സപ്പോർട്ട്, സാമ്പത്തികമായ സപ്പോർട്ട്, മാനസികമായ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ അത് ഉപകാരപ്പെടുള്ളൂ. അപ്പൊ ആ രൂപത്തിൽ ആ പ്രണയത്തെ ആക്കി മാറ്റുകയാണ്. അതില്ലാത്ത രൂപത്തിൽ അത് ദുരന്തമാണ്. എന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പ്രണയത്തിൽ കേവലം ഭംഗിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പരിഗണിക്കപ്പെടുത്തുള്ളൂ. കേവലം ഭംഗിയുള്ള, മതബോധമില്ലാത്ത കുടുംബത്തിലെ കേവലം ഭംഗിയുള്ള പെണ്ണാണ് ഒരാൾ കെട്ടുന്ന ഏറ്റവും ദുരന്തമുള്ള പെണ്ണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഇന്നത്തെ വിവാഹത്തിന്റെ പ്രണയങ്ങളുടെ ഒരു പ്രശ്നം അവിടെയാണ്. പിന്നെ അപ്പോ ഇന്ന് നടക്കുന്ന പ്രണയത്തിന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചായിരുന്നു ഉസ്താദ് ഇപ്പം പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിൽ ചാറ്റിൽ വന്ന ഒരു ചോദ്യം, പ്രണയിക്കുമ്പോൾ ചാറ്റാകുന്നതിന്റെ വിധിയാണ്. അതായത് ഞാൻ ആ ഒരു ചോദ്യം വളരെ ഒന്ന് ബ്രോഡായിട്ട് പറയാണ്. പ്രണയത്തിന് നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ പ്രണയിക്കുന്ന സമയത്ത് ഇസ്ലാം കാണുന്ന അതിർവരമ്പുകൾ ഏതൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ അതിർവരമ്പുകളെ സംബന്ധിച്ച് ഉസ്താദ് വിശദീകരിച്ചാൽ സുഖമായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിർവരമ്പുണ്ടെന്ന കാര്യം വ്യക്തമാണ്. അപ്പൊ അത് ചാറ്റിങ്ങിൽ എങ്ങനെ, സംസാരത്തിൽ എങ്ങനെ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം, പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അവനിൽ ചില രോഗങ്ങൾ, വൈകൃതങ്ങൾ ഉണ്ടാകാം, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഇത്തരം ചാറ്റിങ്ങിലേക്കും ഇത്തരം സംസാരത്തിലേക്കും പോകുമ്പോൾ അവർ അവിഹിതമായിട്ടുള്ള ലൈംഗിക ഉത്തേജനം തോന്നിക്കും വിധത്തിലുള്ള സംസാരങ്ങൾ, അത് ചാറ്റിംഗ് ആവാം, അത് സംസാരമാവാം, അതല്ലാത്ത എന്തെങ്കിലും സിമ്പലുകൾ കൈമാറുന്നതാവാം, ആ രൂപത്തിലുള്ള ഇടപെടലുകൾ അത് ഹറാമിലേക്ക് കൂട്ടും. ഹറാമിലേക്ക് കൊണ്ടെത്തിക്കുന്ന അത്തരം പ്രക്രിയകൾ, ആമുഖങ്ങൾ എല്ലാം ഹറാമാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അവർ നേരിൽ കാണുക, അന്യ പുരുഷന്മാർ, സ്ത്രീ പുരുഷന്മാർ അവർ നേരിൽ കാണുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. വിവാഹാവശ്യത്തിന് കാണുമ്പോൾ പോലും അവരുടെ മുഖം കാണാം, അവരുടെ കൈ കാണാം. മുഖം അവരുടെ ഭംഗി മനസ്സിലാവാനാണ്, കൈ അവരുടെ ആരോഗ്യ പുഷ്ടി മനസ്സിലാക്കാനാണ്. അതിലപ്പുറമുള്ള കാഴ്ച, വിവാഹത്ത് അവശ്യാർത്ഥമുള്ള കാഴ്ചയിൽ പോലും അനുവദിച്ചിട്ടില്ല. അപ്പോ അമിതമായിട്ടുള്ള കാഴ്ചകൾ പാടില്ല. അവർ സംസാരിക്കുമ്പോൾ വോയിസ് ആവട്ടെ, ഫോണാവട്ടെ, ചാറ്റിംഗ് ആവട്ടെ, ലൈംഗിക ഉത്തേജനത്തിന്റെ സ്വരത്തിൽ സംസാരിക്കാൻ പാടില്ല. എന്നോട് ഒരാൾ ചോദിച്ചത്, നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയല്ലേ ഫോൺ എടുക്കുക, അപ്പോ നമ്മൾ സംസാരിക്കണില്ലേ? അപ്പൊ എന്ന പോലെ ഞങ്ങൾ എൻഗേജ്ഡ് ആയ നമുക്ക് സംസാരിച്ചൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ അവരോട് മറുപടി പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ എൻഗേജ് ആയിട്ട് പിന്നെ താല്പര്യപ്പെട്ട് പ്രണയിക്കുന്ന ഒരു പെണ്ണിനെ വിളിക്കുന്ന മാനസികാവസ്ഥയിലാണ് നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്നതും പാടില്ലാത്തതാണ് എന്നാണ് അയാളോട് മറുപടി പറഞ്ഞിട്ടുണ്ടായത്. സംഗതി നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിലല്ല, രണ്ടിനെയും മാനസികാവസ്ഥ വ്യത്യസ്തമുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ വൈകാരികമായ തൃഷ്ണയുണ്ടാക്കും വിധത്തിലുള്ള ചേഷ്ടകള്, പോസ്റ്റുകള്, സംസാരങ്ങള്, അതുപോലെ തന്നെ ചാറ്റുകള്, സിമ്പലുകള്, ഇമോജികള്, എന്താണെങ്കിലും അത് ഹറാമിലേക്ക് കൂട്ടുന്നതാണ്. അത് പാടില്ല. അതല്ലാത്ത വിധത്തിൽ ഒരു അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയോട് മറക്കിരുന്ന് സംസാരിച്ചു, അത് തെറ്റൊന്നുമല്ല. സൗത്തുൽ മർഅത്തി ലൈസ ബിഔറ, കേവലം ശബ്ദം, ആസ്വാദനമല്ല, ഇമ്പമുള്ളതല്ല, അത്തരം വൈകൃതമുള്ളതല്ല എങ്കിൽ മറയ്ക്ക് പിന്നിൽ നിന്ന് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ഒരു ആവശ്യത്തിന് സംസാരിച്ചു എങ്കിൽ ആ സംസാരം ഒരു തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല.
അപ്പൊ ഈ ഒരു അതിർവരമ്പാണ് അവിടെയുള്ളത്. ഓക്കെ, ഇൻഷാല്ലാ ചോദ്യങ്ങള് കുറെ വന്നിട്ടുണ്ട്. പിന്നെ അതിലെ വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടെ കിടക്കുകയാണ്. അതായത് സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്തു കൊടുക്കുക. അങ്ങനെ ചില യുക്തിവാദികളൊക്കെ സ്ത്രീയുടെ സമ്മതം ഇല്ലാതെ കെട്ടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇസ്ലാമിലുള്ളത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, ഈ സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിനെ? എന്താണ് ഉസ്താദ് അതിനെ കുറിച്ച് പറയുന്നത്? അതൊരു തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധാരണയും തെറ്റിദ്ധരിപ്പിക്കലുമാണ്. സ്ത്രീയുടെ സമ്മതമില്ലാത്ത വിവാഹം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഞാൻ ഏകദേശം ഒരു 5-8 രൂപങ്ങൾ, ആ 5-8 രൂപങ്ങളിൽ സ്ത്രീയുടെ സമ്മതത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല, അതിൽ കൂടുതൽ രൂപങ്ങളിലും സ്ത്രീയുടെ സമ്മതം ഉണ്ടെങ്കിലേ വിവാഹം പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു 5-8 രൂപങ്ങൾ നമുക്ക് വേണമെങ്കിൽ കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന്, ഓൾറെഡി വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ, അവളെ ആ ഭർത്താവിൽ നിന്ന് മോചിതയായിട്ട് അവൾ പുനർവിവാഹം നടത്തുകയാണ്, എങ്കിൽ അവിടെ ഇസ്ലാം പറഞ്ഞത് അവളോട് സമ്മതം ചോദിച്ചിട്ടേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. കാരണം അവൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് അവൾക്ക് അനുഭവമുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, അവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അവളെ സമ്മതം ഉണ്ടെങ്കിലേ, അത് ആര് സ്വന്തം പാപ്പ തന്നെ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പോലും അവളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവളുടെ സമ്മതം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ബിക്കർ, കന്യക, ആദ്യമായിട്ട് വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു പെണ്ണ്, അവളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് അവരുടെ വാപ്പാന്റെ വാപ്പ അല്ല, മറ്റു ജ്യേഷ്ഠാനിയന്മാരോ അല്ലെങ്കിൽ വാപ്പാന്റെ സഹോദരന്മാരോ അതല്ലെങ്കിൽ കാളിയോ അങ്ങനെയൊക്കെയാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അവരും സമ്മതം ചോദിച്ചേ പറ്റുള്ളൂ. സമ്മതം ചോദിക്കാത്ത വിവാഹം പാടില്ല. അതുപോലെ തന്നെ ഒരു കന്യകയായിട്ടുള്ള പെണ്ണിനെ, ആ കന്യകയായ പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് സ്വന്തം വാപ്പയാണ്. വാപ്പാന്റെ വാപ്പയോ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വരൻ ആ പെണ്ണിന് യോജിച്ചതല്ല, അവളുടെ മാനസികാവസ്ഥയോടും മറ്റും ഒത്തവനല്ല. അങ്ങനത്തെ ഒരാൾക്കാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നതെങ്കിൽ സ്വന്തം വാപ്പയാണെങ്കിൽ പോലും സമ്മതമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു പെണ്ണിനെ അവരുടെ മാനസികാവസ്ഥക്കും കുഫുവും യോജിക്കാത്ത ഒരാൾക്ക് വാപ്പ സമ്മതമില്ലാതെ അങ്ങ് കെട്ടിച്ചു കൊടുത്താൽ ആ നിക്കാഹ് തന്നെ അസാധുവാണ് എന്നാണ് ഇസ്ലാമിന്റെ നിയമമുള്ളത്. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതുപോലെ തന്നെ നാലാമത്, ഒരു ബിക്കർ, ഒരു കന്യകയായിട്ടുള്ള പെണ്ണിനെ, പക്ഷേ ആ രക്ഷിതാവിന് ഈ മകളുമായിട്ട് ശത്രുതയുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രക്ഷിതാവ് ഈ മകളുമായിട്ട് ശത്രുതയിൽ കഴിയുകയാണെങ്കിൽ ആ സമയത്ത് ഒരു പക്ഷെ അവളെ അപകടത്തിൽ ചാടിക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചെന്ന് വരും. അത്തരം ഘട്ടത്തിലും അയാൾക്ക് ആ ശത്രുത, അവളുടെ താല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു വിവാഹം നടത്തി കൊടുക്കാൻ ആ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു രൂപം, അതും ഒരു കന്യകയായ പെണ്ണ് തന്നെയാണ്. അത് കുഫ് ഒത്തവളെ ഒത്ത ഒരാളെ അവൾ കണ്ടെത്തി, അവൾക്ക് കുഫ് ഒത്ത ഒരാളെ അവൾ കണ്ടെത്തി. എന്നാൽ അവിടെ രക്ഷിതാവട്ടെ ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. അവളുടെ വാപ്പ അവിടെ മറ്റൊരു ഇണയെ കൊണ്ടുവന്നിട്ടില്ല. ഇവളാവട്ടെ അവൾക്ക് കുഫത്ത ഒരാളെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ അവിടെ അവൾ പറഞ്ഞ പെണ്ണിനെ ഭർത്താവിനെ വെട്ടിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണത്. അവള് ഇഷ്ടപ്പെട്ട പറ്റിയ കുഫത്ത് ഒരു പുരുഷനെ കൊണ്ടുവന്നു, പാപ്പ വേറെ ആരെയും കൊണ്ടുവന്നിട്ടില്ല, അവൾക്ക് വിവാഹ ആവശ്യമുണ്ട് എങ്കിൽ ആ പെണ്ണ് പറഞ്ഞതിനെ തന്നെ ചെയ്തു കൊടുക്കണം. അവിടെ വാപ്പാക്ക് പെട്ടെന്ന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കാത്തിരിക്കാനുള്ള സമയം കാത്തിരിക്കാൻ വേണ്ടി പെണ്ണിനോട് പറയാൻ പാടില്ല എന്നതാണ് അവിടുത്തെ നിയമം. അതുപോലെ ആറാമത്തെ ഒരു രൂപം, ഒരു പെണ്ണ് അവൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ല, എന്നാലോ അവള് കന്യാചർമ്മം നഷ്ടപ്പെട്ടവളുമാണ് എങ്കിൽ അവളെ വിവാഹം ചെയ്തു കൊടുക്കാനും ഇസ്ലാമിൽ രക്ഷിതാവിന് പ്രയാസമുണ്ട്. ആ ചെറിയ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുക അത് പാടില്ല. കാരണം അവൾ സമ്മതം നൽകണം, അവളെ സമ്മതം കുട്ടി അതുകൊണ്ട് പരിഗണിക്കില്ല. ഇപ്പൊ ഈ സ്ഥലങ്ങളിലൊന്നും ഒരു രക്ഷിതാവിന്, 6 സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞെടുത്ത് രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞ രക്ഷിതാക്കൾക്ക് ഈ പെണ്ണിന്റെ സമ്മതമില്ലാതെ നിക്കാഹ് ചെയ്യാൻ കഴിയില്ല. ഇനി 7ാമത്തെ ഒരു രൂപം, സ്ത്രീ ഒരു കുഫ്വത്ത ഒരു ഭർത്താവിനെ കൊണ്ടുവന്നു, വാപ്പയും ഒരു കുഫ്വത്ത ആളെ കൊണ്ടുവന്നു. അതാണ് ഇപ്പൊ ഒരു വിഷയം. ചിലപ്പോൾ ചിലയിടത്തൊക്കെ സംഭവിക്കണം അങ്ങനെയൊക്കെ. വളരെ അവൾക്ക് അവരുടെ കുടുംബത്തിനും എല്ലാ നിലക്കും യോജിച്ച ഒരാളെ പെണ്ണും കൊണ്ടുവന്നു, അങ്ങനെ യോജിച്ച ഒരാളെ വാപ്പയും കൊണ്ടുവന്നു. എന്നാൽ അവിടെ രണ്ടും പറ്റും. വാപ്പാക്ക് വാപ്പ കൊണ്ടുവന്നാളെയും കെട്ടിച്ചു കൊടുക്കാം, പെണ്ണ് കൊണ്ടുവന്നാളെയും കെട്ടിച്ചു കൊടുക്കാം. എന്നാലും നല്ലത് ഒരു പക്ഷേ പെണ്ണ് കൊണ്ടുവന്നതിനെ കെട്ടിച്ചു കൊടുക്കലായിരിക്കും. കാരണം അവളുടെ ഇഷ്ടത്തെ പരിഗണിക്കുന്നുണ്ട്, അവളോട് സമ്മതം ചോദിക്കുന്നത് ഇസ്ലാമിന് സുന്നത്താണ്. ഇത്തരം ഘട്ടത്തിൽ ഉഫ്വത്താളാണെങ്കിലും അവിടെ സമ്മതം ചോദിക്കണം എന്ന് തന്നെയാണ്, ചോദിക്കൽ സുന്നത്താണ്.
അപ്പൊ ആ സമയത്തും അവളുടെ താല്പര്യത്തെ മുന്തിക്കൽ തന്നെയാണ് അവിടെ അഭികാമ്യം. അതാണ് അഭികാമ്യം. അവിടെ അഥവാ അവള് കൊണ്ടുവന്നത് കുഫൊത്തിട്ടില്ല, വാപ്പ കൊണ്ടുവന്നത് കുഫൊത്തിട്ടുള്ളൂ എങ്കിൽ മാത്രം അവിടെ വാപ്പത് പറഞ്ഞതിനെ പരിഗണിക്കും. എന്ന് വെച്ചാൽ അവള് പറഞ്ഞതിനെ കെട്ടിച്ചു കൊടുക്കേണ്ട ബാധ്യത, നിർബന്ധ ബാധ്യത വാപ്പാക്കില്ല. കെട്ടിച്ചു കൊടുത്താൽ ശരിയാവും, പക്ഷെ കെട്ടിച്ചു കൊടുക്കേണ്ട ബാധ്യതയില്ല. കാരണം ഈ പെണ്ണ് ഈ രംഗത്ത് അനുഭവം ഇല്ലാത്തവളാ, അവൾക്ക് കുടുംബജീവിതം പരിചയമില്ലാത്തവളാ, രക്ഷിതാവ് അതൊക്കെ പരിചയമുള്ള ആളാ, ഇവളായിട്ട് യാതൊരു ശത്രുതയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ നന്മ ആഗ്രഹിക്കുന്ന, അവളെക്കാൾ അവളെ കുറിച്ച് അറിയുന്ന, അവളുടെ കുടുംബത്തെ കുറിച്ച് അറിയുന്ന ഒരു രക്ഷിതാവായിരിക്കും. അവിടെ രക്ഷിതാവിനെ മുൻതൂക്കണ്ട്. അത് പ്രകൃതി അംഗീകരിക്കാവുന്ന ഒരു നിയമം തന്നെയാണ്. അതുപോലെ തന്നെ അവസാനത്തിൽ 8ാമത്തെ ഒരു രൂപം, ഒരു ബിക്കർ, അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അങ്ങനത്തെ ഒരു കുട്ടിയെ രക്ഷിതാവ് കല്യാണം കഴിച്ചു കൊടുക്കുക. പ്രായപൂർത്തിയായിട്ടില്ല, ബിക്കറായ പെണ്ണ, കന്യകയാണ്, പ്രായപൂർത്തിയായിട്ടില്ല. എന്നാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് രക്ഷിതാവ് കഴിച്ചു കൊടുക്കാതിരിക്കല നല്ലത്. കാരണം ബാലികത്തല്ല, പ്രായപൂർത്തി എത്തിയിട്ടില്ല, അവിടെയും നല്ലത് രക്ഷിതാവ് കഴിച്ചു കൊടുക്കാതിരിക്കല. അപ്പൊ ഞാൻ പറഞ്ഞാൽ 6 രൂപത്തില് രക്ഷിതാവിന് സമ്മതം ഉണ്ടെങ്കിലേ കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അവസാനം പറഞ്ഞ 2 രൂപത്തില് രക്ഷിതാവിന് ഭാര്യ പറഞ്ഞിടത്തല്ലേ സ്ത്രീ പറഞ്ഞിടത്ത് നിൽക്കലാണ് അവിടെയും അഫ്ളൽ പുണ്യമായിട്ടുള്ളത്. അപ്പൊ വ്യാപകമായിട്ട് അങ്ങനെ ഇല്ല. അതേ സമയത്ത് ഒരൊറ്റ രൂപത്തിൽ ഞാൻ പറഞ്ഞു, രക്ഷിതാവ് അവൾ കുഫ്വത്ത് ഒരു ഭർത്താവിനെ കൊണ്ടുവന്നു, അവൾക്കാവട്ടെ കുഫ്വത്ത് ഒരു ഭർത്താവിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഘട്ടത്തിൽ അവൾക്ക് ആ കുട്ടിയുടെ വൈകാരികമായ ചിന്തയും ചെറുപ്പവും ഇളംപ്രായവും പരിചയമില്ലായ്മയും ഒക്കെ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടാം. അതേ സമയത്ത് അവളെ കൂടുതൽ ഉത്തരവാദിത്വത്തിൽ അറിയുന്ന, ചിന്താപരമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന, അനുഭവ സമ്പത്തുള്ള രക്ഷിതാവിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് ആരും അതിൽ യാതൊന്നും യോജിക്കാത്ത ഒരു സമൂഹത്തിന്റെ ഇതിനോട് യോജിക്കാത്ത ഒന്നും ഇതിൽ കാണേണ്ടതില്ല. അത് ചിന്തിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതില്ലാത്ത പോകുന്നതിന്റെ പേരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രണയ വിവാഹങ്ങൾ പലതും ഈ ബ്രേക്കപ്പ് ആകുന്നു എന്ന് നേരത്തെ പറഞ്ഞതിന്റെ കാര്യം അതാണ്. ബ്രേക്കപ്പായി വിവാഹം പാതി വഴിയിൽ പ്രണയം ഉപേക്ഷിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, ചൂഷണത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതാണ് കാര്യം. ഓക്കെ, സന്തോഷം. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. ചാറ്റ് ബോക്സിലെ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ബഹുമാനപ്പെട്ട മൊയ്തീൻ കുട്ടി സഖാഫി ഉസ്താദ് അവറുകള് ആ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ അത് അയച്ചു കൊടുത്താൽ 500 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പിൽ ചെയ്ത് കൊടുത്താൽ മതി. 1700 രൂപക്ക് ഏകദേശം അതിന്റെ മെറ്റീരിയലിന് നല്ലൊരു എമൗണ്ട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട്, കാരണം വെച്ചാൽ ഇതിപ്പോ പറയുമ്പോൾ കുറെ ചോദ്യങ്ങൾ വീണ്ടും ചാറ്റ് ബോക്സിൽ ഡയറക്റ്റ് മെസ്സേജിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാന് കുറെയൊക്കെ ഉസ്താദ് പറഞ്ഞ വിഷയങ്ങളാണ്. അതിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അന്യ സ്ത്രീയോട് വെറുതെ ചാറ്റ് സംസാരിക്കുന്നതിന്റെ വിധി എന്താണെന്നാണ്. നേരത്തെ ഉസ്താദ് വിശദീകരിച്ചതാണ്. അതേപോലെ തന്നെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചാൽ അത് ഇസ്ലാമിക വിധി എന്താണ്. ചിലർ പറയുന്നു സ്ത്രീയുടെ സൗണ്ട് ഔറത്തല്ല, അപ്പോൾ ഇല്ലാതെ സ്ത്രീയോട് സംസാരിക്കുന്നതിന്റെ വിധി എന്താണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഉസ്താദ് ഇപ്പം വിശദീകരിച്ച, അതായത് ഈ ചോദ്യത്തിന്റെ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ച വിഷയങ്ങളാണ്. അടുത്തൊരു ചോദ്യം അതെനിക്ക് തോന്നുന്നില്ല, ഏകദേശം 9:40 നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്, ഏകദേശം 1 മണിക്കൂറിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലൊറ്റ കാര്യം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വേണം അവസാനിപ്പിക്കാൻ. അതിൽ ആഡ് ചെയ്യാനുള്ളത് ഈ പ്രണയത്തില് പ്രണയത്തിലൊക്കെ സംഭവിക്കുന്നത് ഒരുത്തൻ അവന്റെ ക്ലാസ്മേറ്റിനെ പ്രണയിക്കുക, അങ്ങനെ ഒരേ പ്രായക്കാരൊക്കെയാണ് ഈ പ്രണയത്തിലൊക്കെ, സമപ്രായക്കാരൊക്കെയാണ് അതിലുള്ളത്. പൊതുവെ വിവാഹത്തിൽ അങ്ങനെയല്ല, ഒരു ഏജിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ആ ഏജിന്റെ ഒരു വ്യത്യാസം എന്നത് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 4 കാര്യത്തില് സ്ത്രീ പുരുഷന്റെ മേലെയാവണം, 4 കാര്യത്തിൽ സ്ത്രീ പുരുഷന്റെ താഴെയാവണം ഇസ്ലാം പരിഗണിച്ച. അതെന്താ വെച്ചാൽ അവരുടെ യോജിപ്പും ആ അടുപ്പവും സ്നേഹവും പ്രണയവും നിലനിൽക്കാൻ, പ്രണയം ബ്രേക്കപ്പ് ആവാതിരിക്കാൻ, ചൂഷണം വരാതിരിക്കാൻ. ആ 4 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് തറവാട്, വയസ്സ്. ഒന്നാമത്തെ വയസ്സിന്റെ വിഷയത്തിൽ പുരുഷൻ കൂടുതൽ വയസ്സുണ്ടാവണം. അപ്പൊ ക്ലാസ്മേറ്റുകൾ ഒരേ വയസ്സുകാര്, അത് ശരിയാവില്ല എന്നല്ല പറഞ്ഞേ, ശരിയാവുക ചെയ്യും, പക്ഷെ അത്ര നല്ലതല്ല, അത്ര പ്രോത്സാഹനർഹമല്ല. വയസ്സ് പുരുഷന് കൂടെ സ്ത്രീക്ക് താഴ്ന്നതാവുക, അതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു രൂപം. അതുമാതിരി നീളം, പൊതുവെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ, പുരുഷൻ കൂടുതലാവുക, നീളം ആപേക്ഷികമായിട്ട് സ്ത്രീ കുറഞ്ഞതാവുക. പ്രണയത്തിന് കയ്യും കാലും മൂക്കില്ല, ബ്രേക്കില്ല. അങ്ങനെ ആകുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടൂല. അവർ പ്രായമില്ല, അവിടെ ഒന്നും പ്രസവിക്കൂല. അപ്പൊ അവിടെ സുന്നത്ത് നീളം, അതുപോലെ വയസ്സ്, സമ്പത്ത്, തറവാട്, ഈ 4 കാര്യങ്ങളിൽ പുരുഷൻ മേലെയാവുക. എന്നാൽ 4 കാര്യങ്ങൾ, അതായത് ഭംഗി, അതിൽ സ്ത്രീയാണ് മേലെ വേണ്ടത്.
അച്ചടക്കത്തിൽ സ്ത്രീയാണ് മേലെ വേണ്ടത്, സൽസ്വഭാവത്തിൽ സ്ത്രീ മേലെയാവണം, സൂക്ഷ്മതയിൽ സ്ത്രീ മേലെയാവണം. അപ്പൊ ഈ 4 കാര്യത്തിൽ സ്ത്രീ മേലെയാവുക, മറ്റു 4 കാര്യത്തിൽ പുരുഷൻ മേലെയാവും. അവിടെ ഭംഗി എന്ന് പറയുമ്പോഴും സാർ അവിടെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും പ്രണയത്തിന്റെ ആകത്തുക എന്തായിരിക്കും? അവളുടെ ആ ബ്രൈറ്റ് ബ്യൂട്ടി, അത് മാത്രമായിരിക്കും. വേറെ ഒരു ക്വാളിറ്റിയും ചിലപ്പോൾ പരിഗണിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പം ഭംഗിയും പരിഗണിക്കൂല, വേറെ ചില സംഗതികളൊക്കെ പരിഗണിക്കാം. ഏതായാലും കേവലം ഭംഗിയുടെ പിന്നാലെ മാത്രം പോവുക, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമപ്രകാരം അമിതമായ ഭംഗി, സാധാരണയിലും കവിഞ്ഞ ഭംഗി, അങ്ങനെയുള്ള ഭംഗി അല്ലാതിരിക്കലാണ് നല്ലത്. അങ്ങനെയുള്ള ഭംഗിയുള്ള പെണ്ണിനെ കെട്ടാം, പക്ഷെ അങ്ങനത്തെ ഭംഗിയുള്ള പെണ്ണിനെ ആവാതിരിക്കലാണ് നല്ലത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത്തരം പെണ്ണുങ്ങൾക്ക് പൊതുവെ അവരെ അഹങ്കാരികളായിരിക്കും. അഹങ്കാരികളുമായിട്ട് ബന്ധം മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രയാസമാണ്. മറ്റൊന്ന്, അവളുടെ ഭംഗിയിൽ ആകർഷ്ടരായിട്ട് അവൾ പലരുടെയും ഒരു ആകർഷണീയ കേന്ദ്രമായിരിക്കും. അപ്പൊ പലരുടെയും ആകർഷണ കേന്ദ്രവും ഫജറത്തിന്റെ നോട്ടം, തമ്മാടികളുടെ നോട്ടത്തിന് വിധേയമായിട്ട് അവൾ അകപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു പ്രശ്നമുണ്ട്. മൂന്നാമത്തെ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാവുന്നത്, അവരെ ചുറ്റുപറ്റി എപ്പോഴും ഊഹാപോഹങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കിംവദന്തികളും ഊഹാപോഹങ്ങളും അതിനെ ചുറ്റിപ്പറ്റി എന്നും ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന പിടിച്ച ഒരു റിസ്ക് കേസായിട്ട് ഇവിടെ മാറും. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ബ്രൈറ്റ് ബ്യൂട്ടിയുള്ള പെണ്ണാവാതിരിക്കുക. ഭംഗി ഇതാ നല്ലർത്ത തസുറുക്ക എന്ന് പറഞ്ഞപ്പോൾ നീ നോക്കിയാൽ നിനക്ക് ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞെടുത്ത് ഫുഖാഹ് പറയുന്നുണ്ട്, ചിലപ്പോൾ വലവ് സൗദ, അവള് കറുത്തവളായിരിക്കാം, പക്ഷെ കറുത്തവൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്. അത് നിനക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ നിനക്കാവാം എന്നാണ്. അതാണ് അതിന്റെ ഒരു സംഗതി.